നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കും. മണ്ഡലം മാറിയാൽ പാർട്ടിക്ക് ക്ഷീണമാകുമെന്നുള്ളതാണ് വിലയിരുത്തൽ. ഷിനോജ് എസ് ടി വിവരങ്ങളുമായിട്ടുണ്ട്. ഷിനോജ്, ജോസ് കെ മാണി മണ്ഡലം മാറുമെന്നുള്ള വിവരങ്ങൾ അത് വലിയ സജീവമായിരുന്നു. പാലായിൽ തന്നെ തിരഞ്ഞെടുപ്പ് അംഗത്തിനൊരുങ്ങാനാണോ ഒരു വിധത്തെ തീരുമാനം? അക്ഷയ, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2001 തെരഞ്ഞെടുപ്പിൽ 15,378 വോട്ടിനാണ് ജോസ് കെ മാണി മാണി സി കാപ്പനോട് പരാജയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാല ഉപേക്ഷിച്ച് മറ്റൊരു സേഫ് ആയിട്ടുള്ള മണ്ഡലത്തിലേക്ക് മാറണം എന്നൊരു അവകാശം ചർച്ചകളൊക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കടുത്തുരുത്തിയായിരുന്നു പാർട്ടിക്ക് മുന്നിലുണ്ടായിരുന്ന അത്തരത്തിലൊരു ചോയ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്നതാണ് ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇത്തരമൊരു സാഹചര്യത്തിൽ മണ്ഡലം മാറിയാൽ, അത് പാർട്ടിയുടെ ചെയർമാൻ തന്നെ മണ്ഡലം മാറി മത്സരിക്കുകയാണെങ്കിൽ അത് പേടിച്ചോടി എന്നൊരു തരത്തിലുള്ള ധ്വനി മണ്ഡലങ്ങളിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് അണികൾക്കുള്ളിൽ ഇടയിൽ തന്നെ അത്തരത്തിലൊരു ചർച്ചകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കണമെന്നതാണ് നിലവിൽ ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്ന് പാലായിൽ നടന്ന കേരള കോൺഗ്രസിന്റെ യുവജന സംഘടനയുടെ ഒരു യൂത്ത് ഫ്രണ്ടിന്റെ സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ ജോസ് കെ മാണി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, അതായത് മാണി സി കാപ്പൻ MLA ആയ കാലത്തിന് ശേഷം ഒരു കാര്യമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ പാലായിൽ ഉണ്ടായിട്ടില്ല. KM മാണി MLA ആയിരുന്ന സമയത്ത് മാത്രമാണ് വികസന പ്രവർത്തനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പാലായിൽ വികസനം വരണമെങ്കിൽ മറ്റു തരത്തിൽ വലിയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുമോ പാലായിൽ? ഇന്ന് നടന്ന പരിപാടി, അതായത് ഇന്ന് നടന്ന പ്രവർത്തനം കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന നിലയിൽ തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം ആ തരത്തിലുള്ള പ്രവർത്തനമാണ്, ആ തരത്തിലുള്ള പരിപാടിയാണ്. കാരണം 2000-ഓളം യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് കേരള കോൺഗ്രസ് അത്തരത്തിലുള്ള പരിപാടി ഇന്ന് സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പാലായിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് ഒരുങ്ങിക്കഴിഞ്ഞു. അടിത്തട്ടിൽ ഉൾപ്പെടെ പാലായിൽ തന്നെ മത്സരിക്കാൻ ജോസ് കെ മാണി തീരുമാനിച്ചിരിക്കുകയാണ്. സേഫ് ആകാൻ കടുത്തുരുത്തിയിലേക്കില്ല, പാലായിൽ തന്നെ മത്സരിക്കും. ഷിനോജ് എസ് ടി വിവരങ്ങൾ നൽകിയത്.